ഒരുപക്ഷെ അടുത്ത കാലത്ത് കേരളം കണ്ട ഏറ്റവും ചെലവേറിയ വാഹന അപകടമാണ് കഴിഞ്ഞ ദിവസം തൃശൂരിലെ മണ്ണുത്തിയിൽ വെച്ച് നടന്നത്. 9 കോടിയോളം വില വരുന്ന ലംബോർഗിനി സ്പോർട്സ് കാർ റെവോൾട്ടോ സ്കോർപിയോ കാറിൽ കൂട്ടിയിടിച്ചാണ് അപകടമുണ്ടായത്. ഈ അപകടത്തിന്റെ ദൃശ്യങ്ങളടക്കം പുറത്തു വന്നതോടെ സോഷ്യൽ മീഡിയയിൽ വിഷയം വലിയ ചർച്ചയായി. മണ്ണുത്തി പാലക്കാട് ദേശീയപാതയിൽ CMS സ്കൂളിന് സമീപത്ത് വെച്ചാണ് പുതിയ ലംബോർഗിനി കാറും സ്കോർപിയോയും കൂട്ടിയിടിച്ചത്. ഇടിയുടെ ആഘാതത്തിൽ സ്കോർപിയോ നിയന്ത്രണം വിട്ട് മറിയുകയായിരുന്നു. വാഹനങ്ങളിൽ ഉണ്ടായിരുന്നവർ നിസ്സാര പരിക്കുകളോടെ രക്ഷപ്പെട്ടു. പിന്നീട് പോലീസ് എത്തി വാഹനങ്ങൾ നീക്കം ചെയ്തു. അപകടശേഷം ക്രെയിൻ സ്ഥലത്തെത്തിച്ച് കാറിനെ മറ്റൊരു ലോറിയിൽ കയറ്റി കൊണ്ടുപോയി. അപകടത്തിൽ ലംബോർഗിനിയുടെ മുൻഭാഗം തകർന്നിട്ടുണ്ട്. പ്രമുഖ വ്യവസായി ജോസ് ആലൂക്കാസിന്റെ മകൻ ജോൺ ആലൂക്കായുടേതാണ് അപകടത്തിൽപ്പെട്ട ലംബോർഗിനി സ്പോർട്സ് കാർ റെവോൾട്ടോ. ഒരു മാസം മുൻപാണ് പുതിയ ആഡംബര കാർ ജോൺ സ്വന്തമാക്കിയത്. അപകടത്തിൽപ്പെടുന്നതിന് ദിവസങ്ങൾക്ക് മുൻപ് ജോൺ ഇതേ ലംബോർഗിനിയുമായി കറങ്ങുന്ന വീഡിയോയും പുറത്തു വന്നിരുന്നു. ഇൻസ്റ്റാഗ്രാമിലാണ് ജോൺ ഈ ദൃശ്യങ്ങൾ പങ്കുവച്ചത്. അപകടത്തെ തുടർന്ന് ലംബോർഗിനിയുടെ മുൻവശത്തും വശങ്ങളിലും സാരമായ തകരാറുകൾ സംഭവിച്ചിട്ടുണ്ട്. വാഹനത്തിന്റെ പിൻഭാഗത്തെ ചക്രവും സസ്പെൻഷനും പൂർണ്ണമായും തകർന്നു. മുൻവശത്തെ ടയർ റിമ്മും തകർന്നിട്ടുണ്ട്. എന്നാൽ ഇത്രയും വലിയ അപകടം നടന്നിട്ടും വാഹനത്തിന്റെ സുരക്ഷാ സംവിധാനമായ എയർ ബാഗുകൾ പ്രവർത്തിച്ചില്ലെന്ന വിധത്തിലാണ് റിപ്പോർട്ടുകൾ. സ്പോർട്സ് കാർ ആയതിനാൽ ഇടിയുടെ ആഘാതം ചെറുതായതുകൊണ്ടാണ് എയർ ബാഗുകൾ പ്രവർത്തിക്കാതിരുന്നതെന്നാണ് സൂചന. ആഡംബര കാറുകളോട് കമ്പമുള്ള ജോണിന്റെ ഗ്യാരേജിൽ ഇതിനു മുൻപും ലംബോർഗിനി എത്തിയിട്ടുണ്ട്. ആദ്യമായി സ്വന്തമാക്കിയതും ലംബോർഗിനി ഗലോഡായിരുന്നു. അതിനുശേഷമാണ് ഹുറാക്കാനും സ്വന്തമാക്കിയത്. എല്ലാ വാഹന പ്രേമികളുടെയും ഇഷ്ട ബ്രാൻഡ് കൂടിയാണ് ലംബോർഗിനി. ആദ്യ ലംബോർഗിനി സ്വന്തമാക്കിയപ്പോൾ വളരെ സന്തോഷമായിരുന്നു. ലംബോർഗിനി ഇന്ത്യയിൽ നിന്ന് ലഭിച്ച പിന്തുണയാണ് വീണ്ടും മറ്റൊരു ലംബോർഗിനി സ്വന്തമാക്കാൻ പ്രേരിപ്പിച്ചതെന്നാണ് ജോൺ പുതിയ വാഹനം സ്വന്തമാക്കിയ ശേഷം പറഞ്ഞത്.